സുഖം ഉണ്ടായിരുന്നില്ല. എന്താ വിഷയം? റമദാന്റെ മുന്നേ എപ്പോഴും ഞാൻ നല്ലോണം വാരി വലിച്ച് തിന്നും. റമദാൻ ഒരു മാസം നോമ്പ് നോറ്റപ്പിച്ചൊരു രോഗമില്ല. നമ്മളൊരു ദിവസം ആണുങ്ങൾ പെണ്ണുങ്ങളോട് പറയാം, ഈ എന്തിനാ നമ്മൾ ജിമ്മിന് പോണത്? നമുക്ക് മസിലുകളുണ്ട്, നമ്മൾ തടിമ മസിലുകളുണ്ട്. നമ്മൾ 40 വയസ്സ് കഴിഞ്ഞാൽ മസിലുകൾക്ക് എന്താവും? മെല്ലെ മെല്ലെ ഡൗൺ, സ്ട്രോങ് കുറയും. അപ്പം നമ്മൾ അതിൻ്റെ സ്ട്രോങ് കുറയും. അപ്പം നമ്മൾ 50 വയസ്സ് 55 വയസ്സാകുമ്പോൾ നമ്മൾ ബാത്റൂമിൽ വെക്കും, മറ്റുള്ള സ്ഥലത്ത് വെക്കും. ഷെഫിയ കേട്ടോളി കേട്ടോ, ഉണ്ടാക്കി പൈസ ചിലവാക്കണേ, ചുമരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കേട്ടോ, അപ്പോൾ 5 മക്കൾക്ക് നിസ്കാരം മതി, ജിമ്മൊന്നും വേണ്ട. അത് നിങ്ങൾ ചെയ്തോളി കേട്ടോ, മനസ്സിലായില്ലേ? നിസ്കാരം നമ്മൾ ഇതിപ്പോൾ വേറെ ചങ്ങായി പറഞ്ഞു, ഡോക്ടറേറ്റ് പോയിട്ട് എനിക്ക് നല്ല ഷുഗറാണ്, എന്ത് കാട്ടിലും ഷുഗർ മാറുന്നില്ല. അപ്പം ഞാൻ എന്താട്ടി, നോമ്പെടുക്കാൻ തുടങ്ങി. ഇപ്പം ഷുഗർ കമ്മിയാണ്. അപ്പം എന്തിനാണ് ഓന് നോമ്പ് വിൽക്കുന്നത്? ഷുഗർ കുറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ടേക്കെന്ന് കൂരിട്ടാണല്ല, മനസ്സിലായില്ലേ? അപ്പം ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഇതിനുള്ളതല്ല. വക്കത്തല്ലേ ഞാൻ 24 മണിക്കൂർ നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ ഷുഗർ കുറയാത്ത? നിങ്ങളോട് അതൊന്നും ഉത്തരമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 1 മണിക്കൂർ വ്യായാമം ചെയ്യൽ നിർബന്ധമാണ്. ഒരു രോഗം ഉണ്ടാവില്ല. നമ്മൾ തടിയല്ലേ, അത് നമ്മൾ നോക്കണ്ടേ? നിങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും നിങ്ങളോടൊക്കെ പറയട്ടോ. നമ്മൾ തടിക്ക് ഒരു മണിക്കൂർ നമ്മൾ തടിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 24 മണിക്കൂറിൽ തടി നോക്കില്ലേ പിന്നെ എന്തിനാണ്? ഒന്നും ശ്രദ്ധിക്കൂട്ടോ. നിങ്ങൾ കറക്റ്റ് നല്ല നടന്നു നോക്കുകയാണെങ്കിൽ ഒരു രോഗമൊക്കെ ഉണ്ടാകും. ഒന്നും വയർത്താൻ മാത്രം പോലെ നമ്മൾ വ്യായാമം. ഇപ്പം നമ്മളിങ്ങനെ ജിമ്മ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ മസിലൊക്കെ ഉണ്ടാവും, ഉറക്കും. ആ 40-50 വയസ്സായാലും ഞാൻ എൻ്റെ പേരക്കാരോട് പറയും, ഞാൻ 90 വയസ്സ് വരെ ജീവിച്ചിട്ടോ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ, നല്ലതാണ് കേട്ടോ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇതൊക്കെ പറഞ്ഞു തരുന്ന എന്താ? ഇതൊക്കെ പറഞ്ഞു തരുന്ന എന്തിനാരോ? നിങ്ങൾ എൻ്റെ അമ്മ പെങ്ങന്മാർ ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഇപ്പന്മാരാണ്. അപ്പം നിങ്ങൾ ഒന്ന് അല്ലേ? അപ്പം നമ്മളിതൊക്കെ നമ്മൾ ചെയ്യണം. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഭക്ഷണ രീതി. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അപ്പം ഇന്ന് ചൊല്ലാനുള്ളത് പറയാണ്. ഇന്ന് ചൊല്ലാന്ന് എന്താ അയച്ചാണ്? ശനിയാഴ്ച കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്ന് ചൊല്ലാനുള്ളത് ശനിയാഴ്ചയാണ്. ഇന്ന് ചൊല്ലാനുള്ളത് പറയാണ്. ഇന്ന് വൈകുന്നേരങ്ങൾ വരുമ്പോ സുബ്ഹാനല്ലാഹ്